അടുത്തത്, പരീക്ഷയോടുകൂടെ നീക്കുപോക്ക് തരുവാൻ ദൈവം വിശ്വസ്തനാണ്. 1 കൊരിന്ത്യർ 10:13 വായിച്ച, മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. അപ്പൊ നമുക്കൊക്കെ പരീക്ഷയുണ്ടാകും. എല്ലാ മനുഷ്യർക്കും വരുന്ന പരീക്ഷയൊക്കെയാണ് നമുക്കും വരുന്നത്. അവർക്കല്ലാത്തതിൽ അപ്പുറമായ പരീക്ഷകളൊന്നും നമുക്ക് നേരിടാറില്ല. ഇനി അടുത്തത്, ദൈവം വിശ്വസ്തൻ. ദൈവം വിശ്വസ്തൻ. നിങ്ങൾക്ക് കഴിയുന്നതിനും മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കത്തില്ല. ദൈവം വിശ്വസ്തൻ. എന്റെ പരീക്ഷയുടെ നാളുകളിൽ എന്നോടൊപ്പം ഇരുന്ന് തന്റെ കരുണയുടെ കരം താങ്ങി എന്നെ നടത്തുവാൻ എന്റെ ദൈവം വിശ്വസ്തനാണ്. ഇവിടെ പറയുന്നു, നിങ്ങൾക്ക് സഹിക്കാൻ വയ്യാത്ത പരീക്ഷകളൊന്നും വന്നിട്ടില്ല. പരീക്ഷയോടുകൂടെ നീക്കുപോക്ക് തരുവാൻ ദൈവം തമ്പുരാൻ ശക്തനാണ്. പലപ്പോഴും പരീക്ഷകളും വേദനകളും ശാരീരിക കഷ്ടങ്ങളും ഒക്കെ ഉണ്ടാകും. അപ്പോസ്തലനായ പൗലോസ്ലിയായെ കണ്ടിട്ടില്ലേ? താനൊരു നിത്യരോഗിയായിരുന്നു. തന്റെ ഉറുമാൽ, തന്റെ പുതപ്പ് അല്ലെങ്കിൽ തന്റെ ടവല് കൊണ്ടെന്നൊരു രോഗിക്കിട്ടാൽ തനിക്ക് സൗഖ്യം കിട്ടും. പൗലോസ്ലിഹായുടെ തൂവാല കൊണ്ടുപോയി ഒരു രോഗിയുടെ മേലിട്ടാൽ അദ്ദേഹത്തിന് സൗഖ്യം കിട്ടും. പക്ഷെ ഇദ്ദേഹം ഒരു നിത്യരോഗിയാണ്. സാത്താന്റെ ദൂതൻ നിത്യം കുത്തിക്കൊണ്ടിരുന്നു. എന്നാൽ ആ സാത്താന്റെ ദൂതന്റെ ശൂലത്താൽ താൻ മുറിവേൽക്കാതിരിപ്പാൻ ആ ശൂലത്തിന്റെ തുമ്പുകൾ ദൈവത്തിന്റെ കൃപ കൊണ്ടും ദൈവത്തിന്റെ വിശ്വസ്തത കൊണ്ടും പൊതിഞ്ഞു. അതുകൊണ്ടാണ് പൗലോസ് പിശാചിന്റെ മുമ്പിൽ വീണു പോകാതിരുന്നത്. എന്നെ കുത്താൻ സാത്താന്റെ ദൂതനെ ഏൽപ്പിച്ചെങ്കിലും അവന്റെ കുത്തുകൾ വേദനയായി തീരാതിരിപ്പാൻ അവന്റെ ശൂലത്തിന്റെ മൂർച്ചയുള്ള തുമ്പുകളിൽ ദൈവത്തിന്റെ കൃപയും ദൈവത്തിന്റെ വിശ്വസ്തതയുമാണ് അവനെ കാത്തു സൂക്ഷിച്ചത്. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, കർത്താവേ, സുവിശേഷ വിരോധികളാൽ അടിയേറ്റിരിക്കുന്നു. 195 അടിയാണ് ഏറ്റിരിക്കുന്നത്. കല്ലേറേറ്റു, കപ്പൽ ഛേദത്തിൽ അകപ്പെട്ടു, ഒരു രാത്രി മുഴുവൻ വെള്ളത്തിൽ കഴിച്ചുകൂട്ടി. അനർത്ഥങ്ങളുടെ ഒരു ഘോഷയാത്രയാണ് തന്നെ പിൻഗമിച്ചത്. തന്റെ ശരീരമൊക്കെ കണ്ടാൽ എങ്ങനെ ഇരിക്കും? നന്നാവയോധ്യൻ, ആളിൽ കുറിയൊരു മനുഷ്യനായിരുന്നു. ശരീരം മുഴുവൻ മുറിപ്പാടുകളാണ്. കാലൊക്കെ ആമത്തിൽ ഇട്ടിട്ടേ അതിന്റെ ചങ്ങല വലിഞ്ഞ പാടുകളുണ്ടായിരുന്നു. നമ്മൾ പലപ്പോഴും ശനിയാഴ്ച രാത്രി പോലും ഫുൾഷാപ്പാടൊക്കെ അടിച്ച് ഡള്ളഫിന്റെ മെത്തേ കിടന്ന് കാലെടുത്ത് ഉത്തരത്തെ വെച്ചിട്ടാണ് നമ്മൾ വായിക്കുന്നത്. സന്തോഷിപ്പിൻ സന്തോഷിപ്പിൻ, പിന്നെ സന്തോഷിപ്പിനെ നമ്മൾ വായിക്കാറുണ്ട്. പക്ഷേ ഈ സന്തോഷിപ്പിൻ എന്ന് എഴുതിയത് എവിടെ കിടന്നാന്നറിയാമോ? റോമന്റെ കാരാഗ്രഹത്തിൽ. ഞാൻ ചിലപ്പോഴൊക്കെ രാത്രിയിൽ ഇരുന്ന് ചിന്തിക്കും, ആ കാലിലെ പാടുകളെ ചങ്ങലയിൽ കിടന്നാലേ എത്ര വർഷം താൻ കാരാഗ്രഹത്തിൽ ചങ്ങലയിൽ കിടന്നു. കല്ലേറേറ്റ് നെറ്റിയിലും മുഖത്തും മുറിവിലൊക്കെ ഉണ്ട്. മുതുകത്ത് 35-39 അടി വീതം 5 വട്ടം കൊണ്ടിട്ടുണ്ട്. ഒരു രാത്രി മുഴുവൻ വെള്ളത്തിൽ കഴിച്ചു കൂട്ടിയിട്ടുണ്ട്. ദൈവമക്കളെ ഓർത്തുകൊള്ളണമേ, ഇന്നെല്ലാ സമ്പൽ സമൃദ്ധിയും ദൈവം തമ്പുരാൻ നമുക്ക് തന്നിട്ടുണ്ട്. ഇതൊന്നുമില്ലാഞ്ഞ കാലത്ത് ഒരു ഭക്തൻ കപ്പൽ യാത്രക്കിടയിൽ ഒരു ചെറിയ തടിക്കഷ്ണത്തിൽ പിടിച്ച് ഇതാ മധ്യധരണിക്കടലിൽ ആകാശത്തോളം ഉയരുന്ന തിരമാലകൾ, കൊടുങ്കാറ്റ്, ശക്തമായ കടൽക്കാറ്റുകൾ, കടൽപ്പാമ്പ്, കടൽസ്രാവ്, ഇവയുടെ എല്ലാ ഇടയിൽ ഈ ഭക്തൻ ഒരു ചെറിയ തടിക്കഷ്ണത്തെ പിടിച്ച് രാത്രി മുഴുവൻ കഴിച്ചു. നിങ്ങളൊന്ന് മനസ്സുകൊണ്ട് ചിന്തിച്ചു നോക്കൂ. അദ്ദേഹത്തിന്റെ വേദനയും നിങ്ങളുടെ വേദനയും കൂടെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കൂ. എന്തെങ്കിലും വേദന ഇന്ന് നമുക്കുണ്ടോ? എങ്കിലും വീണ്ടും പറയുന്നു, സാത്താന്റെ ദൂതൻ നിത്യം എന്നെ കുത്തിക്കൊണ്ടേയിരുന്നു. താൻ പ്രാർത്ഥിക്കുന്ന രോഗിക്ക് സൗഖ്യമുണ്ട്. തന്റെ തൂവാലയെടുത്തൊരു രോഗിയുടെ മേലിട്ടാൽ സൗഖ്യമുണ്ട്. പക്ഷെ താൻ നിത്യമായ രോഗിയാണ്. എന്നാൽ ദുഷ്ടനായ സാത്താന്റെ ശൂലമേറ്റ് തന്റെ പ്രാണൻ തകരാതിരിക്കുവാൻ അതിന്റെ പിന്നിൽ പരീക്ഷയോടുകൂടെ നീക്കുപോക്ക് കൽപ്പിക്കുന്ന ഒരു ദൈവത്തിന്റെ വിശ്വസ്തതയുണ്ട്. വ്യാകുലപ്പെട്ട് കരഞ്ഞപ്പോൾ പറഞ്ഞു, പൗലോസേ, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി നിന്റെ ബലഹീനതയിൽ തികഞ്ഞു വരും. പ്രിയ ദൈവ പൈതലേ, കഴിഞ്ഞ കാല ജീവിതയാത്രയിൽ നീ മരണത്താൽ വരയിൽ പോയപ്പോൾ, പ്രതിയോഗിയായ പിശാച് അലറിയെടുത്തപ്പോൾ നിന്നെ സൂക്ഷിച്ചത് ദൈവം തമ്പുരാന്റെ വിശ്വസ്തതയാണ്. പരീക്ഷയോടുകൂടെ എനിക്ക് നീക്കുപോക്ക് തരുവാൻ എന്റെ ദൈവം വിശ്വസ്തനെന്ന് വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ശക്തിയായിട്ട് ഒരു ഹല്ലേലൂയ പറഞ്ഞോട്ടെ. അപ്പോൾ നമ്മുടെ പരീക്ഷയോടുകൂടെ നീക്കുപോക്ക് ദൈവം തമ്പുരാൻ നമുക്ക് തരും. പലപ്പോഴും നമുക്കിത് അറിഞ്ഞുകൂടാ. ആ വിശ്വസ്തത വളരെ വലുതാണ്. ചില നാളുകൾ ഞാൻ രോഗിയായിരുന്നു. രോഗം മൂർച്ഛിതാവസ്ഥയിലെത്തി. അപ്പോൾ ഞാനൊരു ദർശനം കണ്ടു. ഞാൻ എവിടെയോ ഒരു നിർജ്ജനമായ സ്ഥലത്ത് യാത്ര ചെയ്യുകയാണ്. ധാരാളം മുള്ളുകൾ, പാതകളെല്ലാം മുള്ളുകളാണ്. ഞാൻ ആ മുള്ളിനിടയിൽ കൂടെ പോകേണ്ടി വരികയാണ്. എൻ്റെ ശരീരത്തിലെ ഉടുപ്പെല്ലാം മുള്ളുകൊണ്ട് കീറിയിരിക്കുന്നു. കാൽപാദങ്ങളൊന്നും എടുത്തു വെക്കാൻ ഒക്കുന്നില്ല.
അങ്ങനെ ഞാൻ യാത്ര ചെയ്ത ഒരു വലിയ കെട്ടിടത്തിന്റെ സൈഡിൽ ചെന്നു. അതിന്റെ വാതിലുകളെല്ലാം അടഞ്ഞു കിടക്കുകയാണ്. ഞാൻ ആ ഓരോ വാതിക്കൽ ചെല്ലുമ്പോൾ തുറന്ന വാതിലുകൾ അടഞ്ഞു കിടക്കും. ഞാൻ തിരുവഴുത്തിലെ പല കാര്യങ്ങളും ഏറ്റു പറഞ്ഞു, വാതിൽ തുറക്കുന്നില്ല. അവസാനമായി ഞാൻ ഒരു കവാടത്തിങ്കൽ ചെന്നു. ഞാൻ എൻ്റെ ആത്മാവിൽ ഉണർന്നു പറഞ്ഞു, സാത്താനെ, ഈ കൂട്ടായ്മയിലേക്ക് എന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ഞാൻ ഒരേ ഒരു വാക്കേ പറഞ്ഞുള്ളൂ, ഈ കൂട്ടായ്മയിലേക്ക് എന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ഞാൻ 2-3 പ്രാവശ്യം പറഞ്ഞപ്പോൾ ആ വാതിൽ തന്നെ തുറന്നു കിട്ടി. എനിക്ക് മനസ്സിലായി, കർത്താവ് കരുണയുള്ള ദൈവമാണ്. പ്രിയ ദൈവവൈതലേ, നിന്റെ പരീക്ഷയുടെ നാളുകളിൽ കഴിഞ്ഞ കാലത്ത് നീ ഇടറിപ്പോകാതിരുന്നത് ദൈവം തമ്പുരാന്റെ വിശ്വസ്തതയും അവന്റെ കൃപയുമാണ്. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനല്ലേ? കഴിഞ്ഞ കാലങ്ങളിൽ നമ്മെ നടത്തിയവൻ വിശ്വസ്തനല്ലേ? മിസ്രയീമിന്റെ അടിമത്തത്തിൽ നിന്ന് രക്ഷിച്ചവൻ വിശ്വസ്തനല്ലേ? നമ്മെ പോറ്റി പുലർത്തിയ ദൈവം വിശ്വസ്തനല്ലേ? പരീക്ഷയോടുകൂടെ നീക്കുപോക്ക് തരുവാൻ എന്റെ ദൈവം വിശ്വസ്തൻ. എത്ര പേര് വിശ്വസിക്കുന്നു? ശക്തിയായിട്ടൊന്ന് ഹല്ലേലൂയ പറഞ്ഞാട്ടെ. വചനം വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കണം. അപ്പോൾ മേഘം വിശ്വസ്തതയുടെ അടയാളമാണ്. പരീക്ഷയോടുകൂടെ നമുക്ക് ദൈവം തമ്പുരാൻ നീക്കുപോക്ക് തരും. ദൈവം തമ്പുരാൻ നീക്കുപോക്ക് എന്നില്ല നമുക്കൊരു കാര്യം നേടാനൊക്കത്തില്ല. ദൈവം തമ്പുരാൻ അഡ്വാൻസ് ആയിട്ടൊന്നും നമ്മളോട് പറയത്തില്ല കേട്ടോ. ചിലർക്ക് അങ്ങനെയൊക്കെ ഉണ്ട്. ചിലർക്ക് ഈ ഒട്ടുമാവിന്റെ മനസ്സാ. ഒട്ടുമാവ് കണ്ടിട്ടില്ലേ? ഒട്ടുമാവ് ചട്ടിയിൽ വെച്ചിരിക്കുകയാണ്. ഇന്നലെ വെച്ചതാണ്, നാളെ കായ്ക്കും, മറ്റന്നാൾ പൂക്കും. ഇന്ന് വെച്ച് നാളെ കൊഴുത്തു, മറ്റന്നാൾ പൂത്തു, അടുത്ത ദിവസം തന്നെ എന്ത് ചെയ്യും? ബുധനാഴ്ചയോടുകൂടെ മാങ്ങ പഴുക്കും, വ്യാഴാഴ്ച പറിച്ച് തിന്നും. ഇതാ നമ്മുടെ മനസ്സ്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഷോർട്ട് മൈൻഡാ. ഒരു മൺചട്ടിക്കകത്തുള്ള വേരേ നമുക്കുള്ളൂ. പക്ഷെ ദൈവം തമ്പുരാൻ ചെയ്യുന്ന അങ്ങനെയല്ല. ദൈവം തമ്പുരാൻ നമ്മുടെ അയ്യത്തൊരു മാവ് വെച്ചാൽ ആദ്യം ആ മാവ് വളരും. അതിന്റെ വേരുകൾ കാറ്റടിച്ചു പടരാതിരിക്കാൻ ആഴത്തിൽ തായ് വേരുകൾ ഇറങ്ങും. അതിനുശേഷം അതിനാവശ്യമുള്ള ധാതു ലവണങ്ങളെ വലിച്ചെടുക്കുവാൻ ചെറുവേരുകൾ ഇറങ്ങും. അവയുടെ തടി ബലപ്പെട്ട് ഒരാൾ കൈപ്പൊക്കത്തിലെത്തുമ്പോൾ ആദ്യം 2 മാങ്ങ ഉണ്ടാകും, പിന്നെ 3 മാങ്ങ ഉണ്ടാകും, പിന്നെ 5 മാങ്ങ ഉണ്ടാകും. വർഷങ്ങൾ കഴിഞ്ഞ് മാവ് ബലപ്പെടുമ്പോൾ കൊടുക്കുന്ന ഫലം താങ്ങാനുള്ള ശേഷിയാൽ മാവിനെ ദൈവം തമ്പുരാൻ നിർത്തും. ഇപ്പൊ നമ്മുടെ കണ്ടുപിടുത്തവും ദൈവം തമ്പുരാന്റെ കണ്ടുപിടുത്തവും തമ്മിലുള്ള വ്യത്യാസമാണ്. നമ്മുടെ കയ്യിലിരിക്കുന്ന ഒട്ടുമാവിന്റെ പരിപാടിയാണ്. ഇന്ന് വെക്കണം, നാളെ കായ്ക്കണം, മറ്റന്നാൾ പൂക്കണം, പിന്നെ അടുത്ത ദിവസം പൂളി തിന്നണം. എടാ, ഇതിന്റെ ചട്ടിയില ഇത്രേ ഉള്ളന്നേ. മാങ്ങ പറിക്കുന്ന കൂട്ടത്തിൽ പിടി മൂത്ത് കഴിഞ്ഞാൽ വേരും കൊണ്ടിഞ്ഞു പോരും. ഇങ്ങനെ ഒരു ഷോർട്ട് മൈൻഡാണ് നമ്മുടേത്. പക്ഷെ ദൈവം തമ്പുരാന്റെ പദ്ധതി അല്ല. ദൈവം തമ്പുരാന് മാങ്ങയല്ല വിഷയം, മാവാണ് വിഷയം. ദൈവം തമ്പുരാൻ ഈ മാങ്ങയല്ല, 4 ഉണ്ണിക്കല്ല വിഷയം. പകരം എന്തുവാ? പിന്നെന്താണ്? ആ മാവിന്റെ നിലനിൽപ്പാണ് വിഷയം. പലപ്പോഴും ദൈവം തമ്പുരാൻ അതാണ് നോക്കുന്നത്. നിന്റെ ഫലമല്ല വിഷയം, നിന്റെ നിലനിൽപ്പാണ് വിഷയം. ദൈവം വിശ്വസ്തനാണ്. നിനക്ക് പരീക്ഷ നേരിടുന്നുവോ? അതോടുകൂടെ നീക്കുപോക്ക് തരുവാൻ ഈ കൂട്ടായ്മയിലേക്ക് വിളിച്ചോ. എന്റെ ദൈവം വിശ്വസ്തനാണ്. രാപ്പകലെന്ന് ഏറ്റുപറയൂ, പിശാചി യുദ്ധം നിർത്തി പോയിക്കളയും. നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, നമ്മളെല്ലാം ഷോർട്ട് മൈൻഡാ. പെട്ടെന്ന് കാര്യം നടക്കണം, ഇല്ലെങ്കിൽ പിന്നെ വലിച്ചെറിഞ്ഞേച്ചു പോകും. ചില മനുഷ്യരെ കണ്ടിട്ടില്ല. ചിലങ്ങനെ തിടുക്കമുള്ളവരുണ്ട്. 2 പേരൊരിക്കൽ ഭക്ഷണം കഴിക്കാൻ പോയിരുന്നു. ഭക്ഷണം കഴിക്കാൻ പോയിരുന്നപ്പോൾ ഒരുത്തൻ ഇരിക്കുക. അപ്പൊ അടുത്തവനെ കണ്ടില്ല. ഭക്ഷണം വിളമ്പാൻ വന്ന ആൾ ചോദിച്ചു, അവനെവിടെ പോയടാ? ഓ, കൊതിയൻ ഇലയ്ക്ക് പോയിരിക്കുക, എനിക്കിഞ്ഞ് തറയെ തന്നേരുന്നതാ. അപ്പൊ ഇതാരാ? കൊതിയനാരാ? അവൻ പറയാണ്, കൊതിയൻ ഇല വെട്ടാൻ പോയിരിക്കുക, എനിക്കിഞ്ഞ് തറയിലോട്ട് തന്നേക്കാൻ. അപ്പൊ ആരാണ് കൊതിയൻ? ഇല വെട്ടാൻ പോയവനാണോ തറയിലോട്ട് വിളമ്പിക്കോളാൻ പറയുന്നവനാണോ? അതുകൊണ്ട് നമ്മൾ ഈ തിടുക്കമൊന്നും പിടിക്കരുത്. ദൈവം തമ്പുരാൻ തന്റെ നീതി നിമിത്തം തക്ക സമയത്ത് നമ്മുടെ നിലനിൽപ്പ് നോക്കി ആദ്യം 2 മാങ്ങ, പിന്നെ 3 മാങ്ങ, പിന്നെ 5 മാങ്ങ, അങ്ങനെയൊക്കെയാണ്. പണ്ടേ കാലത്ത് അങ്ങനെ പാസ്റ്റർമാർ ട്രെയിനിങ് കാലത്തല്ലേ ആദ്യം 3 പേരുള്ള സഭ കൊടുക്കും. എന്നെ പാസ്റ്റർ എം. പോളപ്പച്ചന് 5 കൊല്ലം കറുകാച്ചാരി വെച്ച് 5.5 കൊല്ലം 15 വിശ്വാസികളൊന്നും ഓർത്ത്. പിന്നെ തൂണില്ലാത്തൊരു ഹോളായതുകൊണ്ട് സന്തോഷമുണ്ട്. കാര്യം ആരും ചാരിയിരിക്കത്തില്ല. 15 പേരെയും കൊണ്ട് 5.5 വർഷം ഇരിക്കുക. എന്നാലും ഞാൻ 2000 പേരോട് പ്രസംഗിക്കുന്ന പോലെ പ്രസംഗിക്കുന്നത്. പാസ്റ്റർ എന്നോട് പറഞ്ഞു, എന്തെങ്കിലും നീ മാറ്റം ചോദിക്കുമോ എന്ന് അറിയാൻ വെച്ചിരിക്കുകയാണ്. അതിലെ ഒരു 10 പേരും തമിഴ്നാട്ടിൽ നിന്ന് ജോലി തേടി വന്നവരാ. അവിടെ ഏതെങ്കിലും വെടിക്കെട്ടുള്ളപ്പോൾ അവരങ്ങ് പോകും. പിന്നെ ഒരു കുഞ്ഞോട്ടിച്ചാനും, ഒരു പാപ്പച്ചാനും, ഒരു ബേബിച്ചാനും ഉണ്ട്. അത്രയും പേരേ ഉള്ളൂ. 4 പേര് കാണും. ഇപ്പോൾ ഓർമ്മയിലെടുത്ത് ഇരുന്നോളണം സഹോദരങ്ങളെ. ദൈവം തമ്പുരാൻ അങ്ങനെ സ്റ്റെപ്പായിട്ട് നമ്മളെ പൊക്കിക്കൊണ്ടുവരും. ദൈവം വിശ്വസ്തനാണ് കേട്ടോ. പരീക്ഷയോടുകൂടെ നീക്കുപോക്ക് തരുവാൻ എന്റെ ദൈവം വിശ്വസ്തനാണ്. മേഘങ്ങൾ ഉള്ളിടത്തോളം കാലം രാവിലെ എഴുന്നേറ്റ് ആകാശത്തിലേക്ക് നോക്കിയിട്ടൊന്ന് പറയണം, മേഘങ്ങളെ, എന്റെ ദൈവത്തിന്റെ വിശ്വസ്തതയുടെ അടയാളമാണ് നീ.
നിന്നെ കാണുമ്പോഴൊക്കെ ഞാൻ ഓർക്കുന്നു, പശ്ചാത്തപിക്കുന്ന ഭാവിയായ എൻ്റെ പാപം എൻ്റെ ദൈവം ക്ഷമിച്ചു തരും. ഏതെങ്കിലും ഒരു നാൾ എനിക്ക് പരീക്ഷ ഉണ്ടായാൽ അതോടുകൂടെ ദൈവം തമ്പുരാൻ എന്ത് ചെയ്യും? എനിക്ക് നീക്കുപോക്ക് തരും. ആ പരീക്ഷ ഇങ്ങനെ പൊതിഞ്ഞാ നമ്മുടെ കയ്യിൽ തരുന്നത്. ഞാൻ പറഞ്ഞല്ലോ, പൗലോസ്ലീഹായുടെ ടവൽ കൊണ്ടിട്ടാൽ സൗഖ്യം കിട്ടും, പക്ഷെ ഇങ്ങേർക്ക് സുഖമില്ല. അതാ അത്ഭുതം. ഇങ്ങേർക്ക് യാതൊരു സുഖമില്ല. അങ്ങേരുടെ ടവൽ കൊണ്ടിട്ടാൽ സൗഖ്യം കിട്ടും. സാത്താൻ രാപ്പകൽ കുത്തുകയാണ്. പക്ഷെ ആ ശൂലത്തിന്റെ മുറിവേറ്റ് തന്റെ പ്രാണൻ നോവാതിരിക്കാൻ ആ ശൂലത്തിന്റെ തുമ്പിൽ ദൈവം കൃപ കൊണ്ട് പൊതിഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇങ്ങനെ കൃപ കൊണ്ട് പൊതിഞ്ഞു വെച്ചിരിക്കുകയാണ്. ദൈവത്തിന്റെ കൃപയും വിശ്വസ്തതയും കൂടെ ചേർന്നപ്പോൾ പരീക്ഷയിൽ നീക്കുപോക്കുണ്ടായി. പിൽക്കാലത്ത് താൻ എഴുതി, ഞാൻ മറ്റുള്ളവരെക്കാൾ അധികം കഷ്ടമനുഭവിച്ചു, അത് ഞാനല്ല, എന്നോടുകൂടെയുള്ള ദൈവത്തിന്റെ കൃപയത്രേ. ദൈവത്തിന്റെ കൃപയാലും വിശ്വസ്തതയാലും പരീക്ഷ നാളിൽ ദൈവം തമ്പുരാൻ നിനക്ക് നീക്കുപോക്ക് തരും. ഞാൻ പറഞ്ഞല്ലോ, ചില കാര്യമൊക്കെ ദൈവം തമ്പുരാൻ നമ്മുടെ ഫ്രണ്ട്സ് ഒന്നുമല്ല, തോളത്ത് കൈയിട്ട് ചോദിക്കാൻ ഇന്നത് ചെയ്യാൻ പോവാന്ന് പറയാൻ നമ്മുടെ സെർവൻ്റ് ഒന്നുമല്ല. ദൈവം തമ്പുരാൻ ചിലപ്പോൾ മിണ്ടാതൊക്കെ ഇരുന്നിട്ട് ലാസ്റ്റ് ടൈമിലേ ചെയ്യത്തുള്ളൂ. അങ്ങനെയൊക്കെ ചെയ്യും. വെള്ളത്തിലോട്ട് എടുത്തിട്ടിട്ടെ ഇവൻ ഇവിടെ കയറി പിടിക്കുന്നു നോക്കും, ആരെയാണ് ആശ്രയിക്കുന്നൊക്കെ നോക്കും. പൊക്കി എടുത്ത് നമ്മളെ അങ്ങ് പടക്കുഴിയിലോട്ട് ഇട്ടിട്ട് ദൈവം മിണ്ടാതിരിക്കും. പിന്നെ എന്തോ ആരെയാ കയറി പിടിക്കുന്നത്, ആരെ പിടിച്ച് ആരുടെ കരങ്ങളാണ് അഭയം തേടുന്നതെന്ന് നോക്കും. ലാസ്റ്റ് പാതാളത്തിൽ താഴുമ്പോൾ ദൈവം തമ്പുരാൻ ഇറങ്ങി വന്ന് കയറി പിടിക്കും. കഴുകാൻ പറക്ക പഠിപ്പിക്കുന്ന അങ്ങനെയാണ്. ദൈവം തമ്പുരാൻ നമ്മളോടും അങ്ങനെ തന്നെ ചെയ്യും. ഇസ്രായേലിനെ മിസ്രൈമിൽ നിന്ന് വിടുവിച്ച് ചെങ്കടൽ കടത്തുകയാണ്. ഫറവോൻ രണ്ടു ഭാഗത്തും കൂറ്റൻ പാറക്കെട്ട്, ഇതാ മുമ്പിൽ തിരമാല അടിച്ചുയരുന്ന ഭയങ്കര ചെങ്കടൽ, പുറകിൽ ഫറവോനും സൈന്യവും. ഫറവോന്റെ ശബ്ദം ഇസ്രായേൽ കേട്ടു. എന്താ പറയുന്നത്? യഹോവേ, ശത്രു പറയുന്നു, ഞാൻ അവനെ പിന്തുടർന്ന് പിടിച്ച് എന്റെ കയ്യാൽ കൊള്ള പങ്കിടുമെന്ന് ശത്രു പറയുന്നു. ഫറവോന്റെ ശബ്ദം ജനത്തിന്റെ കാതിലെത്തി. രണ്ട് സൈഡിലും പാറക്കെട്ട്, മുൻപിൽ ഭയങ്കരമായ ഒരു ചെങ്കടൽ. എങ്ങനെ മുൻപോട്ട് പോകും? ദൈവം മോശയോട് പറയുന്നു, മുൻപോട്ട് പോകൂ, മുൻപോട്ട് പോകൂ, വ്യാകുലപ്പെടരുത്. വീണ്ടെടുക്കപ്പെട്ട ദൈവജനമേ, ഒറ്റ രാത്രി കൊണ്ടും മറുകര കടക്കുവാൻ തക്കവണ്ണം ഒരു വലിയ നാഷണൽ ഹൈവേ ദൈവം തമ്പുരാൻ ഈ സമുദ്രത്തിന്റെ അടിയിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. നീ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. പരീക്ഷയോടുകൂടെ നീക്കുപോക്ക് തരുവാൻ എന്റെ ദൈവം വിശ്വസ്തൻ. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ശക്തിയായിട്ട് ഒരു ഹല്ലേലൂയ പറഞ്ഞോട്ടെ. ദൈവം തമ്പുരാന്റെ വിശ്വസ്തതയാണ് പരീക്ഷയുടെ നാളിൽ നമുക്ക് നീക്കുപോക്ക് തരുന്നത്. ഇല്ലെങ്കിൽ ആ നീക്കുപോക്കൊക്കെ ഇല്ലേ നമ്മൾ എന്നേ പൊളിച്ചടുക്കി തീർന്നു പോയേ. പരീക്ഷ തരുമെന്നേ ആ കൂട്ടത്തിൽ ദൈവം തമ്പുരാൻ പൊതിഞ്ഞ് നമ്മുടെ കയ്യിൽ തരുന്ന കൂട്ടത്തിൽ അങ്ങനെയാണ്, കൃപ കൊണ്ട് പൊതിയും. ഞാനൊരിക്കലും ചേത്തക്കലിരിക്കുമ്പോൾ റാന്നിയിൽ സെൻട്രൽ ചേത്തക്കൽ എന്ന് പറയുന്നൊരു വെയ്ത്തോമുണ്ട്. ആ വെയ്ത്തോമ വാതുക്കൽ ഇരിക്കുകയാണ്. പുറത്തിരുന്ന് ഞാനൊരു വൈകിയ വേളയിൽ ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ആ വെയ്ത്തോം വാതുക്കൽ ഒരു നല്ല ഉള്ളിച്ചാമ്പ നിപ്പുണ്ട്. ധാരാളം ചുമന്ന ചാമ്പങ്ങ ഇങ്ങനെ ഉണ്ടായി കിടക്കുകയാണ്. അപ്പൊ കുഞ്ഞുങ്ങൾ സ്കൂൾ വിട്ട് വരികയാണ്. അതിലൊരു വിദ്വാൻ ചോദിച്ചു, ചാമ്പയ്ക്ക പറിച്ചോട്ടെ? ഞാൻ പറഞ്ഞു, പറിച്ചോളാൻ പറഞ്ഞു. അവൻ ചാടി ചാമ്പ മരത്തെ കയറി. കുറെ കുഞ്ഞുങ്ങൾ ചുറ്റും നിൽക്കുകയാണ്. അവൻ കുരങ്ങനെ ഉയർത്തുന്ന പോലെ പിടിച്ച് മരം പിടിച്ച് 4 കുലുക്കി ഇതെല്ലാം കൂടെ വീഴാൻ തുടങ്ങി. കൊച്ചു കുഞ്ഞുങ്ങളല്ലേ, ഇട്ടേച്ച് പോകാനും വയ്യ. നല്ല ചുമപ്പ്, കണ്ണ് ഇങ്ങനെ മങ്ങുന്ന ചുമപ്പാണ്. ഞാനിവരെ വീക്ഷിച്ചുകൊണ്ടിരുന്നു. ഇവരാദ്യം ചോറ്റുപാത്രത്തിലും ബാഗിലും ഒക്കെ കുറെ പെറുക്കി, ഇട്ടേച്ച് പോകാൻ മനസ്സില്ല. അവസാനം പിന്നെ എന്ത് ചെയ്തു? കൈ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് ആദ്യം കുറെ കയ്യിൽ പെറുക്കി വെച്ചു. വീഴുന്നത് ഓടി പെറുക്കുകയാണ്. എന്ത് ചെയ്യാനാ? ഒന്ന് പെറുക്കാൻ വന്നപ്പോ ഒന്നങ്ങ് പോവുക. കുനിഞ്ഞുമ്പോഴേ ഒരെണ്ണം ഇങ്ങോട്ട് എടുക്കുമ്പോൾ ഒരെണ്ണം ഇതിലേ അങ്ങ് പോവുക. ആ എടുത്ത താഴെ വീണത് തുണിയെ ചുറ്റിട്ട് അടുത്ത കുനിയുമ്പോൾ അടുത്തത് പോവുക. അപ്പൊ എന്നോട് ദൈവം തമ്പുരാൻ പറഞ്ഞടാ, എത്ര ബാലൻസ് ചെയ്താലും ഇത്രയൊക്കെ നടക്കത്തുള്ളൂ. ഒന്ന് പിടിക്കുമ്പോൾ ഒന്ന് താഴെ പോവുക, അടുത്ത പിടിക്കുമ്പോൾ അടുത്ത താഴെ പോവുക. എനിക്ക് കുറെ നേരം കുഞ്ഞുങ്ങൾ അത് ചെയ്യുന്ന കണ്ടു. അതുങ്ങൾക്ക് ഇട്ടേച്ച് പോകാനും വയ്യ. ബാഗിലും ചോറ്റുപാത്രത്തിലും ഒക്കെ നിറച്ചു, എന്നാലും ഇട്ടേച്ച് പോകാൻ വയ്യാത്തത് കൊണ്ട് കുനിഞ്ഞൊന്നെടുക്കുമ്പോൾ ഒന്ന് പോവുക. ഞാൻ ഉടനെ അകത്ത് പോയി മലയാള മനോരമ കീറിക്കൊണ്ടുവന്ന് കുമ്പിൾ കുത്തി അതിനകത്ത് പെറുക്കി ഇട്ട് കൊടുത്തു. ആത്മാവെന്നോട് പറഞ്ഞു, പരീക്ഷയോടുകൂടെ നീക്കുപോക്ക് ദൈവം ഇങ്ങനെ തരും. പരീക്ഷ മാത്രമല്ല, അതിനോടൊപ്പം ഒരു നീക്കുപോക്കുണ്ട്. ഇന്ന് നീ എന്തു പരീക്ഷയിൽ പോയാലും ആ ദുഷ്ടന്റെ അമ്പ് നിന്റെ മേൽ, ആ ദുഷ്ടന്റെ ശൂലം നിന്റെ പ്രാണനെ തൊടത്തില്ല. എത്ര ദൈവമക്കൾ വിശ്വസിക്കുന്നു? ഈ മേഘം സാക്ഷ്യമാണ്. ഈ പ്രതിസന്ധിയിൽ, ഈ പരീക്ഷയിൽ ദുഷ്ടന്റെ ആ ശൂലം എന്റെ പ്രാണനെ
പ്രാണനെ തൊടത്തില്ല. വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? അവരെന്ന കാര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചാട്ട് എന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. അവന്റെ വിശ്വസ്തത മേഘങ്ങളോളം എത്തിച്ചേരും. ഈ പരീക്ഷയോടുകൂടെ, ഈ അനർത്ഥത്തോടുകൂടെ, ഈ കഷ്ടത്തോടുകൂടെ എന്റെ ദൈവം എനിക്ക് നീക്കുപോക്ക് കൽപ്പിച്ചിരിക്കുന്നു. ശക്തിയായിട്ട് ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അപ്പോൾ നമ്മുടെ ദൈവത്തിന്റെ വിശ്വസ്തതയുടെ മൂന്നാമത്തെ സ്റ്റെപ്പാണ് നാം ചിന്തിച്ചത്. പരീക്ഷയോടുകൂടെ നമുക്ക് നീക്കുപോക്ക് തരും. എന്ത് പരീക്ഷ നേരിട്ടാലും കഴിഞ്ഞകാല പിതാക്കന്മാരെയൊക്കെ കണ്ടിട്ടില്ലേ? ഭയങ്കര പരീക്ഷയിൽ കൂടെ അവർ പോയി, വേദനകളിൽ കൂടെയൊക്കെ അവർ പോയി, ദാരിദ്ര്യത്തിൽ കൂടെയൊക്കെ പോയി. ചില വിശുദ്ധന്മാരെയൊക്കെ കഷ്ടത കേട്ടാൽ നമ്മുടെ ഉള്ള ഉരുകിപ്പോകും. നമുക്കിപ്പോൾ ഒരു 10 അടി ദൂരം നടക്കാനുള്ള ശേഷി നമുക്കില്ല. നടന്നാൽ നമ്മൾ വീഴും. അതിനുള്ള ഒരു ആരോഗ്യമേ നമുക്ക് ഇന്നുള്ളൂ. സാഹചര്യം നമ്മളെ അങ്ങനെയാക്കി. നമുക്കിടയിൽ ഒരു പാസ്റ്റർ ഉണ്ടായിരുന്നു, MJ മാത്യു അപ്പച്ചൻ. നിങ്ങൾക്ക് പരിചയമുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. അപ്പച്ചന് പരിചയമുണ്ടല്ലേ? MJ മാത്യു അപ്പച്ചൻ താനൊരിക്കലൊരു സംഭവം എന്നോട് പറഞ്ഞു. അദ്ദേഹം ഒരു നാൾ മദ്രാസ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കോട്ടയം റെയിൽവേ സ്റ്റേഷൻ വരെ റെയിൽവേ ട്രാക്കിൽ കൂടെ നടന്ന കാര്യം കേൾക്കുമ്പോൾ നമുക്ക് അമ്പരപ്പ് തോന്നും. ഗിന്നസ് ബുക്കിൽ എഴുതേണ്ടതാ അല്ലേ? ഒരു വിശേഷവേലക്കാരുടെ മീറ്റിങ്ങിന് ഞാൻ പോയിരുന്നപ്പോൾ അദ്ദേഹം പറയാം, ഒരു തടിപ്പെട്ടിയും എടുത്തുകൊണ്ട് മദ്രാസ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രാക്ക് തെറ്റാതെ ദിനങ്ങൾ നടന്ന് റെയിൽവേ സ്റ്റേഷനുകളിൽ കിടന്ന് യാത്ര ചെയ്തു വന്നു. യാത്രമധ്യേ ഉപദേശിയെ കണ്ട് റെയിൽവേ പണിക്കാരൊരു ചോറും പൊതി കൊടുത്തു. വരുന്ന വഴിയിൽ ഒരു പച്ചപ്പഴവും ഒരു കുപ്പി വെള്ളവും കിട്ടി. ഇത് ഭക്ഷിച്ചുകൊണ്ട് ഇത്രയും ദൂരം നടന്നെന്ന നമ്മളൊന്ന് ഓർത്തു നോക്കിക്കേ. ആ പരീക്ഷയുടെ നാളിൽ അവരെ താങ്ങിയത് ദൈവത്തിന്റെ കൃപയാണ്. പട്ടിണി, കഷ്ടത, നഗ്നത, ആപത്ത്, വാള്, മാനം, അപമാനം, സൽകീർത്തി, ദുഷ്കീർത്തി, അങ്ങനെ അനർത്ഥങ്ങളുടെ ഘോഷയാത്ര പ്രാണനെ പിൻഗമിച്ചപ്പോഴും അവർ വ്യാകുലപ്പെടാതിരുന്നതിന്റെ പിന്നിൽ ദൈവം തമ്പുരാന്റെ കൃപയും വിശ്വസ്തതയുമാണ്. നന്നായി അറിയുക, നമ്മെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്.